വഴക്കുണ്ടാക്കുന്നു. ഇതിൻ്റെ അകത്ത് കഷ്ടപ്പെട്ട് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഞാൻ ഒത്തിരി ആൾക്കാരോട്ടൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പം അവരുടെ ഓരോ അഭിപ്രായം കേൾക്കുമ്പം അവർ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു ആശ്വാസത്തിനായിട്ടാണ് ചർച്ചിൽ ചെല്ലുന്നത്. പക്ഷേ മോസ്റ്റ് ലൈക്ക്ലി ചർച്ചിൽ നിന്നൊരു ബെനിഫിറ്റ് ഉണ്ടാകുന്നില്ല എന്നൊക്കെയുള്ള രീതി പറയുന്നത് കേൾക്കാറുണ്ട്. തെറ്റിദ്ധരിക്കരുത്, എൻ്റെ ചർച്ചിനെ ഞാൻ ഈ പബ്ലിക്കായിട്ട് ഇത് വെച്ച് ഒരിക്കലും പറയത്തില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പുതിയ വ്യാഖ്യാനമായിട്ട് വരരുത് എൻ്റെ ഇതാണ്. പക്ഷേ ഞാൻ ഓരോ വ്യക്തികളായിട്ട് സംസാരിച്ച കാര്യത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ കൊള്ളട്ടെ. ഇപ്പം എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒത്തിരി സമയങ്ങളിൽ താണു പോയ സമയമുണ്ട്. ഇപ്പം ഒരു പ്രാവശ്യം ഞാൻ വിഷമിച്ച് സങ്കടപ്പെട്ട് ഈ നമ്മളുടെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ പല രീതിയിൽ നിന്ന് കേട്ടപ്പോൾ ഐ വാസ് കൺഫ്യൂസ്. ഞാനിപ്പോൾ ഒരു സഹോദരനെ വിളിച്ച് കാര്യങ്ങൾ ഇന്ന പോലൊക്കെ പറഞ്ഞു. ഇന്ന പോലെ ഇത് ഇങ്ങനെയാണ് നിൽക്കുന്നത്, നമ്മുടെ സ്റ്റാൻഡ് എന്തോന്ന്. ഈ സഹോദരൻ ഒന്നും മിണ്ടാതെ പോയിട്ടുണ്ടല്ലോ. വേറെ ഓരോരുത്തരോട് പറഞ്ഞു. നെക്സ്റ്റ് സൺഡേ ഞാൻ ചെന്നപ്പം ഞാൻ പറഞ്ഞ എല്ലാത്തിനും എന്നോട് പേഴ്സണലി പറയാതെ പോയി വേറെ ആൾക്കാരോടൊക്കെ പറഞ്ഞ് എനിക്കൊരു കംഫർട്ട് തരാതെ പോയി എൻ്റെ പുറകിൽ നിന്ന് ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ആ സമയത്ത്. പക്ഷേ അറ്റ് ദാറ്റ് ടൈം അത്രയും വീക്കല്ലായിരുന്നു. ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ക്ലാരിറ്റി ആകാൻ വേണ്ടി ചോദിച്ച കാര്യങ്ങളാണ്. അപ്പം എന്നെ മനസ്സിലായോ? അപ്പോൾ എന്നെ ഒരു കളിയാക്കുന്ന രീതിയിലാണ് ഞാനത് കണ്ടത്. അപ്പം എന്നോട് നേരിട്ട് പറയാതെ എൻ്റെ പുറകിൽ കൂടെ പോയി മറ്റുള്ളവരോട് പറഞ്ഞ് പറയുന്ന ഒരു അനുഭവമൊക്കെ എനിക്കുണ്ടായി. അതേപോലെക്കൊന്നും ചെയ്യരുത്. ഇപ്പം നമ്മൾ ഒരാൾക്ക് വചനം അറിയത്തില്ലെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന രീതിയിൽ ആശ്വാസം കൊടുക്കുക. അല്ലെങ്കിൽ പോയി വേറെ ആരെങ്കിലും അറിയുന്ന ആൾക്കാരെ വിളിച്ച് രണ്ടുപേരും കൂടെ മധ്യസ്ഥ നിർത്തി നിന്ന് ആ കാര്യങ്ങൾ ചെയ്യണം. കൂടെ നിൽക്കണം, പുറകിൽ നിന്ന് കുത്തരുത്. മനസ്സിലായി? പണ്ട് ഞങ്ങൾ ഒരു സ്ഥലത്തായിരുന്നപ്പം ഒരു സഹോദരൻ നാട്ടിൽ നിന്ന് വന്നു. ജോലിയില്ല, കല്യാണപ്രായമായി, ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. അപ്പം ഈ സഹോദരൻ അവിടെ വന്നൊരു പാസ്റ്ററിനോട് കാര്യം പറഞ്ഞു. ആ പാസ്റ്റർ ഒരു കംഫർട്ടിങ് വാക്ക് പോലും കൊടുക്കാതെ പിറ്റേ ദിവസം ചർച്ചിൽ പോയിരുന്നു ഈ പബ്ലിക്കായിട്ട് കളിയാക്കി വഴക്ക് പറഞ്ഞ് പ്രസംഗിച്ചു. എന്തോ ഒരു നാണക്കേടായിരുന്നു അറിയാമോ ആ ചർച്ചിനും ആ പേരൻസിനും ആ പുള്ളിക്കാരനും. ഇതൊക്കെ ഒരു കംഫർട്ടിന് വേണ്ടി പറഞ്ഞതാണ്. പക്ഷേങ്കിൽ ചർച്ചിൽ പോയി പബ്ലിക്കായിട്ട് നാണം കെടുത്തിക്കളഞ്ഞു. അങ്ങനെയൊന്നും ഒരിക്കലും ആരും ചെയ്യരുത്. മനസ്സിലാവും? ഒത്തിരിയും വീക്കായിട്ടുള്ള ആൾക്കാർ. അതേപോലെ അങ്ങനെ രണ്ടനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ബാഡായിട്ടുണ്ട്. എന്നാൽ ഒരു പ്രാവശ്യം എൻ്റെ കൂടെ NYITയിൽ പഠിച്ച ഒരു ചെറുക്കൻ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പം ഞങ്ങളൊരു കെമിസ്ട്രി ക്ലാസ്സിൽ ചെല്ലുക. ആ പീരീഡിൽ അവിടെ വരേണ്ടതാണ്. ഞങ്ങൾ കയറി ചെന്നപ്പോൾ അവിടെയുള്ള ചേച്ചിമാർ പറഞ്ഞു ഇന്ന പോലെ ഈ ആൾ മരിച്ചു പോയെന്ന് പറഞ്ഞു. എങ്ങനെ അത് കഴിഞ്ഞ് ആ വീക്കെൻഡിൽ ആ ശുശ്രൂഷകളെല്ലാം കഴിഞ്ഞ് ഞാൻ സങ്കടപ്പെട്ടു. ഞാൻ ശരിക്കും തകർന്നു പോയൊരു അനുഭവം. കൂടെ പഠിച്ച് ഇറക്കാൻ കുറച്ച് അകലെ മാറിയായിരുന്നു ആ ആക്സിഡൻറ്റ്. ഞാൻ വണ്ടിയിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കുറച്ചപ്പുറത്ത് മാറിയായിരുന്നു ആ ആൾ ആക്സിഡൻ്റ് ഉണ്ടായി. എനിക്ക് സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എന്തുവന്ന് നെക്സ്റ്റ് പീരീഡ് പരീക്ഷ, അതുകൊണ്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവിടെ പോയി നോക്കിയില്ല. പക്ഷെ ആ ആളവിടെ നിന്ന് എപ്പോൾ ഇങ്ങനെ കുറേ വിഷമിച്ച് ഞാൻ ഒരു ദിവസം ന്യൂയോർക്ക് വെച്ച് ചർച്ചിൽ പോയിരുന്നപ്പം എനിക്ക് ഓർമ്മയുണ്ട്, ഇപ്പോഴും ഓർമ്മയുണ്ട്. ജെയ്സൺ അങ്കിൾ എന്ന് പറഞ്ഞൊരു അങ്കിളിൻ്റെ റെൻ്റൽ അപ്പാർട്ട്മെൻറ്റിൽ പോയി താമസിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ പാസ്റ്ററായ കുര്യൻ അങ്കിൾ റോമാലേഖനത്തിൽ നിന്ന് അബ്ബാ പിതാവേ എന്ന് വിളിക്കാം, പുത്രത്തിൻ്റെ ആത്മാവിനെ നിങ്ങൾ പീരത്വത്തിൻ്റെ ആത്മാവിനെ അല്ലെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിൽ നിന്ന് അന്നേരം പേടിയും ഭയവും എല്ലാം പോയി. ഒരു ഭയങ്കര ഒരു ശക്തി എനിക്ക് അന്നേരം അവിടുന്ന് ലഭിക്കും. ആ തകർന്നു പോയ അനുഭവത്തിൽ നിന്ന് ഒരു കൂട്ടുകാരൻ നഷ്ടപ്പെട്ട, സ്വന്തം കൂടെ പഠിക്കാൻ കൂട്ടുകാരൻ നഷ്ടപ്പെട്ട ആ ഒരു വിഷമത്തിൽ നിന്ന് അന്നേരം എൻ്റെ ജീവിതം എങ്ങനെ ആയിത്തീരും, നാളെ ഇതേപോലൊക്കെ എനിക്ക് ആയിത്തീരുമോ, ഞാൻ ഇന്ന് മരിച്ച സ്വർഗത്തിൽ ഇതേപോലൊക്കെ മരിച്ച സ്വർഗത്തിൽ പോകും, ആ ആൾ ദൈവത്തിൻ്റെ കൂടെ നമ്മളവിടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കാണും, അങ്ങനെയൊക്കെയുള്ള കുറേ ചിന്തകളാൽ ഇങ്ങനെ വിഷമിച്ച് ഭാരപ്പെട്ട് ഇങ്ങനെ ഇരുന്നപ്പോഴായിരുന്നു ഒറ്റയടിക്ക് അബ്ബാ പിതാവെന്ന് വിളിക്കാൻ പുത്രത്തിൻ്റെ ആത്മാവിനെ തന്നു എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ആയിട്ട്. അന്ന്
അതേപോലെ പിന്നെ എൻ്റെ മോൻ ഒരു 5 മിനിറ്റ് വ്യത്യാസത്തിൽ ലോകത്ത് നിന്ന് മാറ്റപ്പെടേണ്ട ഒരു അനുഭവം ഉണ്ടായി. ആ സമയത്ത് ഞാൻ വിഷമിച്ച് സങ്കടപ്പെട്ട് ഇരുന്നപ്പം പലരും എന്നെ കുത്തി അല്ല ഡയറക്റ്റായിട്ട് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് ഇവൻ്റെ അഹങ്കാരം കൊണ്ടാണ്, ഇവൻ്റെ ഇതും കൊണ്ടാണ്, ഇവൻ എന്തോ പാപം ചെയ്തിട്ടുണ്ടെന്നുള്ള രീതി പറഞ്ഞു. പക്ഷേ ഞാൻ ചർച്ചിൽ പോയിരുന്നപ്പം അന്ന് പി ബി തോമസ് പാസ്റ്ററായിരുന്നു. പി ബി തോമസ് പാസ്റ്റർ അന്ന് ആ പാസ്റ്റങ്ങൾക്ക് വേണേൽ ഈ റൂട്ടിൽ പോയായിരുന്നു, പാപം കൊണ്ടാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നത്. ബട്ട് ഹീ ടുക്ക് എ ടോട്ടലി ഡിഫറെൻറ്റ് വേ. അതുകൂടെ അങ്ങനെ രീതിയിലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും തകർന്നു പോയേനെ. കാരണം എണ്ണിക്കാൻ പറ്റാത്ത രീതിയിൽ തകർന്നു. ഓൾറെഡി ഞാൻ തകർന്നിരിക്കുകയാണ്. അപ്പം ആ രീതി തകർന്നു പോയേനെ. ബട്ട് ഈ പാസ്റ്റങ്ങളെ ഈ രീതി പ്രസംഗിച്ചപ്പം ഐ വാസ് ഏബിൾ ടു സർവൈവ് ത്രൂ ദാറ്റ് വേർഡ് ഓഫ് ഗാഡ്. ആ ഒരു ദിവസത്തെ മെസ്സേജിൽ കൂടാണ് ഞാൻ പിടിച്ച് കയറുവാൻ ഇടയായി. അപ്പോൾ അതേപോലെ ഒത്തിരി ഇനിയും പറയാനുണ്ട്. പക്ഷേ എങ്കിലും എൻ്റെ പിതാവ് മരിച്ചപ്പോഴും ഇതേപോലത്തെ തകർന്നു പോയ അനുഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലും ഓരോ ദൈവദാസന്മാർ അവർ ആ വേർഡ്സ് എന്നെ കംഫർട്ട് ചെയ്യാനും എൻ്റെ പ്രയാസങ്ങൾ, അതേപോലെ എന്നെപ്പോലുള്ള അനേക പേര് പല ചർച്ചകളിൽ ഇങ്ങനെ പല വിഷമങ്ങളായി, ഒന്നുകിൽ ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കും, അല്ലെങ്കിൽ പിള്ളേരുടെ വിഷമത്തിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിരിക്കും. പിള്ളേർ തെറ്റിയത് ബിഗ് ഡീൽ, എവ്രിബഡി മേക്ക് എ മിസ്റ്റേക്ക്. ബട്ട് അത് എടുത്ത് വെച്ച് അവരെ ക്രൂശിക്കുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് ആ സമയത്ത് കംഫർട്ടിങ് വേർഡ്സാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കുത്തി പ്രസംഗിക്കാതെ, മനസ്സിലായി, ഈ കംഫർട്ടിങ്. അപ്പം ഇതേപോലുള്ള കുറേ ഈ ചർച്ചിൻ്റെ കാര്യം പറഞ്ഞപ്പം, ഈ ഡിബേറ്റിൻ്റെ കാര്യം കണ്ടപ്പം, എല്ലാം ഈ ഡിബേറ്റിൽ ഇതൊക്കെ ഇങ്ങനെ കണ്ടപ്പം എൻ്റെ അനുഭവത്തിലെ കാര്യങ്ങൾ, ലൈക്ക് നമ്മൾ കടന്നു വരുന്ന ഒരു സമയത്ത്, അത് ചർച്ച ആയിക്കോട്ടെ, ഒരു വീടായിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കംഫർട്ട് നമുക്ക് ലൈക്ക് ജീസസ് ക്രൈസ്റ്റിൻ്റെ സണ്ണിൻ്റെ ലൈറ്റ് ഓൾവേസ് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് പ്രകാശിക്കും. പക്ഷേ എങ്കിലും ദർസ് എ ഡാർക്ക്നെസ് ഓൾവേസ് നമുക്ക് വരും. ഒരു ഈവനിങ് ഉണ്ട്, ഒരു മോർണിംഗ്, ഒരു ഡാർക്ക്നെസ്സിൻ്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ വരും. ആ അനുഭവത്തിൽ വരുന്നത് എത്ര വലിയ ഭക്തനാണെന്ന് പറഞ്ഞാലും ഒരു തകർച്ചയുടെ അനുഭവം വരും. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ്റെ മെസ്സേജ് എനിക്ക് ഞങ്ങളുടെ ചർച്ച വന്നപ്പോഴാണ് തോന്നുന്നു. ദേവദാസനാണ്, പക്ഷേ മോൻ്റെ രോഗം വന്നപ്പം അവിടെ പകച്ചു പോയി എന്ന് പറയുകയുണ്ടായി. അന്നേരം പ്രാർത്ഥനയൊന്നും, നമ്മൾ ഈ പറയുന്ന തിയറി ഒന്നും അന്നേരം വർക്ക്സ് ചെയ്യത്തില്ലെന്ന്. അപ്പോൾ അതേപോലുള്ള ഇങ്ങനെ ഇഷ്ടം പോലെ ചില ആൾക്കാർ ഒരു കംഫർട്ട് സോണിനായിട്ട് വരും, കംഫർട്ട് വേർഡ്സ്, സൂതിങ് വേർഡ്സിനായിട്ട് വരും. പക്ഷേങ്കിൽ പലപ്പോഴും പലരുടെയും അനുഭവം, ആബ്വിയസ്ലി എനിക്ക് അങ്ങനത്തെ വന്ന സമയങ്ങളെല്ലാം എനിക്ക് എൻകറേജ്മെൻറ്റാണ് കിട്ടിയിട്ടുള്ളത്. ആൾക്കാരിൽ നിന്ന് കുത്തുവാക്കുകളൊക്കെ ഇഷ്ടം പോലെ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് ദേവദാസന്മാരിൽ നിന്നും എനിക്ക് ചർച്ചയിൽ നിന്നും എനിക്ക് കംഫർട്ടാണ് കിട്ടിയിട്ടുള്ളത്. അത് ഞാനിപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുകയും ചെയ്തു. 2 സഭകളിൽ നിന്ന് എനിക്ക് കംഫർട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ബട്ട് പല ആൾക്കാരെയും ഞാൻ അനുഭവം കേട്ടിട്ടുണ്ട്. തമാശയായിട്ട് പറയല്ല, പല ആൾക്കാരുടെ അനുഭവം അവർ ഷെയർ ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവർ ചർച്ചിനായിട്ട് ഇതിനായിട്ട് വരും, പക്ഷേങ്കിൽ കിട്ടുന്നില്ല. സോ അതുകൊണ്ട് ആസ് എ ഇൻഡിവിജ്വൽ, ഇപ്പോൾ സഭയായിക്കോട്ടെ, ഒരു കുടുംബമായിക്കോട്ടെ, ഒരു വ്യക്തിയായിട്ട് ബാക്ക് സ്റ്റാബ് ചെയ്യരുത്. അവരെ പിന്നെ അടിച്ച് താർക്കരുത്. ഗീവ് ദം കംഫർട്ട്, ഗീവ് ദം എൻകറേജ്മെൻറ്റ്. ഓക്കെ, അതിപ്പം പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ചർച്ചിൻ്റെ ആയപ്പോൾ വന്ന ആദ്യം ഇനിയുള്ള കാര്യം എന്താ വെച്ചാൽ, ചർച്ച് സൺ ഇസ് എ ഗ്രേറ്റ് ലൈറ്റ്, ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻ, റൈറ്റ്? ഇനിയും നോക്കണം, ഡെയിലി നമ്മുടെ ജീവിതത്തിൽ ക്രൈസ്റ്റിൻ്റെ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ടോ? നമുക്ക് ഇത് കിട്ടാറുണ്ടോ? ആ വെളിച്ചം നമ്മൾ പ്രാപിക്കാറുണ്ടോ? ആ വെളിച്ചം നമ്മളിലുണ്ടോ എന്ന് നോക്കണം. 2, 3 ഉള്ള ചർച്ചയായിട്ട് നമുക്ക് ചർച്ചിൽ സന്തോഷം കിട്ടാറുണ്ടോ? അത് മാത്രമല്ല, നമ്മൾ ചർച്ചിന് സന്തോഷം കൊടുക്കാറുണ്ടോ? അതോ തലവേദനയാണോ? അതിന് കൂടുതൽ പോകുന്നില്ല. എനിവേ, ചർച്ചിൽ അവിടെ നമ്മളെന്തെങ്കിലും ഡു യു കോൺട്രിബ്യൂട്ട് എനിത്തിങ് ടു ദ ചർച്ച്? അതേപോലെ യു ഗെറ്റ് എനിത്തിങ് ഫ്രം ചർച്ച്? ഓക്കെ, ഒരു 3 ആയിട്ടുള്ള സ്റ്റാർസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ. നമ്മൾ ബൈബിൾ, പുതിയ നിയമത്തിലെ ഓരോ അപ്പോസ്തലന്മാരുടെ കഥകൾ വായിക്കും, കഥകളല്ല, അവരുടെ ലേഖനങ്ങൾ വായിക്കുമ്പം ഡു വി എൻകറേജ്ഡ് ബൈ ഇറ്റ്?
ഡസ് ഇറ്റ് ഹെൽപ്പ് അവർ സ്പിരിച്വൽ ഗ്രോത്ത്? നമ്മുടെ സ്പിരിച്വൽ ഗ്രോത്തിന് അത് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ അനുവദിക്കാറുണ്ടോ? നമ്മൾ എന്ന് കഴിഞ്ഞാൽ ഡെയിലി ബൈബിൾ വായിക്കാറുണ്ടോ? മെഡിറ്റേറ്റ് ചെയ്യാറുണ്ടോ? സൂപ്പർഫിഷ്യലല്ല, ഇച്ചിരൂടെ ആഴത്തിൽ അത് വായിച്ച് നമുക്ക് ഗ്രഹിക്കാറുണ്ടോ? ദൈവം എന്നോട് പേഴ്സണലി സംസാരിക്കുന്നു പറഞ്ഞ് എല്ലാം അവോയ്ഡ് ചെയ്തിരിക്കാതെ വചനം വായിക്കുക. അങ്ങനെ